ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരി സഹോദരന്മാരെ, നാം എല്ലാവരും സഹോദരങ്ങളാണ്. ഈ ലോകത്തിലുള്ള നമ്മളെല്ലാവരും സഹോദരങ്ങളാണ്. ഈ സത്യം മനസ്സിലാക്കുന്നത് തന്നെ നമുക്ക് എത്ര സന്തോഷകരമാണ്. അതിനെതിരായ ചിന്തകളും വാദമുഖങ്ങളും ശരിയല്ല. ആദ്യം മുതലേ ഉള്ള ഒരേ ഒരു ദൈവമാണ് നമ്മളെ എല്ലാവരെയും സൃഷ്ടിച്ചത്. നമ്മളെല്ലാവരും ഈ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. അതായത് സൃഷ്ടികൾക്ക് തീർച്ചയായും ഒരു സൃഷ്ടാവും ഉണ്ടായിരിക്കുമല്ലോ. ആയിരുന്നവനായ ആ ഒരു ദൈവം തന്നെയാണ് നമ്മളെ എല്ലാവരെയും സൃഷ്ടിച്ചത്. അപ്പോൾ സ്വാഭാവികമായും നമ്മളെല്ലാവരും സഹോദരങ്ങളാണ്. പക്ഷെ എന്ത് സംഭവിച്ചു? കാലക്രമേണ ജനസംഖ്യ വർദ്ധിച്ചു വന്നപ്പോൾ ജനങ്ങൾ പല സ്ഥലങ്ങളിലായി മാറി മാറി താമസിച്ചതിൻ്റെ ഫലമായി അവരുടെ ദൈവത്തെക്കുറിച്ചുള്ള അറിവും വ്യത്യാസപ്പെട്ടു പോയി. അതിൻ്റെ ഫലമായി പല ദൈവസങ്കല്പങ്ങളും കടന്നു വന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് പല വിശ്വാസങ്ങൾ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ നാം എല്ലാം ഒറ്റ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരാണ്, സഹോദരങ്ങളുമാണ്. ഈ വസ്തുത നമ്മൾ ശരിക്കും മനസ്സിലാക്കുമ്പോൾ മാത്രമേ നമുക്ക് പരസ്പരം അതിർവരമ്പില്ലാതെ സ്നേഹിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ പല വിശ്വാസങ്ങളായി മനുഷ്യർ കഴിയട്ടെ എന്ന് ദൈവം വിചാരിച്ചില്ല. അതുകൊണ്ടാണ് പല വഴിക്കായി ചിതറിപ്പോയ നമ്മെ ഒരുമിച്ച് കൂട്ടാൻ ദൈവം നമ്മളെ തേടി വന്നത്. അങ്ങനെ നമ്മളെ തേടി വന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തെയാണ് നാം വിശ്വസിക്കേണ്ടതും. അല്ലാതെ നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചതായ ഒരു ദൈവത്തെയോ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവത്തെയോ അല്ല നമ്മൾ വിശ്വസിക്കേണ്ടത്. നമുക്കറിയാം, നല്ല മാതാപിതാക്കൾ അവരുടെ മക്കൾക്ക് വേണ്ടി ജീവൻ വരെ കൊടുക്കാൻ തയ്യാറാകും എന്ന്. അങ്ങനെ ജീവൻ നൽകിയ അനേക സംഭവങ്ങളും നമുക്ക് മുമ്പിലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേണ്ടി എന്തും ത്യജിക്കാനും മരിക്കാനും തയ്യാറുള്ള ദൈവമാണ് യഥാർത്ഥ ദൈവം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ള ദൈവത്തെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടതും വിശ്വസിക്കേണ്ടതും. അതുപോലെ നമ്മൾ എല്ലാവരും സഹോദരങ്ങളാണ് എന്ന് പഠിപ്പിച്ചു തന്ന ദൈവത്തെയാണ് നാം വിശ്വസിക്കേണ്ടത്. ഇങ്ങനെ ചെയ്ത ഒരു ദൈവം നമുക്കുണ്ട്. അതാണ് മനുഷ്യാവതാരം ചെയ്ത ഈശോ മിശിഹ. ഈശോ മാത്രമാണ് സ്നേഹത്തിൻ്റെ ഉദാത്തമായ മാതൃക ലോകത്തിന് നൽകിയത്. അവിടുന്ന് ദൈവമായിരിക്കുന്ന അവസ്ഥയിൽ മനുഷ്യർക്ക് തന്നെ ശരിയായി മനസ്സിലാക്കാൻ സാധിക്കുകയില്ലെന്ന് അറിഞ്ഞുകൊണ്ടും, അതുപോലെ തന്നെ മനുഷ്യരാൽ വന്നുപോയ തെറ്റ് മനുഷ്യൻ തന്നെ പരിഹരിക്കണം എന്നുള്ള ന്യായമായ കാര്യവും പരിഗണിച്ചുകൊണ്ട് ഈശോ മനുഷ്യാവതാരം ചെയ്ത് നമ്മുടെ ഇടയിൽ വസിച്ചു. നമ്മെ എല്ലാവരെയും സ്നേഹപൂർണമായ യഥാർത്ഥ ജീവിത രീതി പഠിപ്പിച്ചു തന്നു. നമ്മുടെ പാപകരമായ ജീവിതത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. നമ്മൾ ചെയ്ത തെറ്റിന് അവിടുന്ന് തന്നെ പരിഹാരം അനുഷ്ഠിച്ചു. അവിടുന്ന് നമുക്ക് വേണ്ടി മരിച്ചു. അവിടുന്ന് പറഞ്ഞു, നിന്നെ പോലെ നിന്റെ സഹോദരനെയും സ്നേഹിക്കണമെന്ന്. അതായത് നീ നിന്നെ സ്നേഹിക്കുന്നത് പോലെ തന്നെ മറ്റുള്ളവരെയും സ്നേഹിക്കണം എന്നാണ്. അതിൽ ശത്രുക്കളും മിത്രങ്ങളും എല്ലാവരും ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ പാപത്തെ വെറുക്കാനും പാപത്തിന് കീഴ്പ്പെട്ടു പോയ മനുഷ്യരെ സ്നേഹിക്കാനും അവിടുന്ന് പഠിപ്പിച്ചു. ഒരു വ്യക്തി തെറ്റ് അല്ലെങ്കിൽ പാപം ചെയ്യുന്നത് ആ വ്യക്തി തെറ്റ് പഠിപ്പിക്കപ്പെട്ടതുകൊണ്ടാണ്. തെറ്റ് ചെയ്യുന്ന ഒരു സമൂഹത്തിൽ വളരുന്നത് കൊണ്ടാണ്. എന്നാൽ ഇങ്ങനെ പാപിയായി തീർന്ന ഒരു വ്യക്തി മറ്റുള്ളവരാൽ സ്നേഹിക്കപ്പെടുമ്പോഴും നന്മ മാത്രം ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തെ കാണുമ്പോഴും ആ വ്യക്തിക്ക് കാലക്രമേണ തൻ്റെ തെറ്റ് മനസ്സിലാക്കാനും തൻ്റെ ഉള്ളിലുള്ള പാപത്തെ വെറുക്കാനും സാധിക്കുന്നു. അയാൾക്ക് നന്മയുള്ള വ്യക്തിയായി മാറാനും കഴിയുന്നു. തെറ്റ് ചെയ്ത വ്യക്തികളോട് ക്ഷമിക്കപ്പെട്ടപ്പോൾ അവർ നല്ലവരായി മാറിയ അനേകം ഉദാഹരണങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോഴാണ് നമ്മുടെ തെറ്റ് നമുക്ക് ദൈവത്തിൽ നിന്ന് ക്ഷമിച്ചു കിട്ടുന്നത്. അതാണ് ഈശോ പഠിപ്പിച്ചത്. നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കുമെങ്കിൽ നിങ്ങളുടെ തെറ്റ് ദൈവവും ക്ഷമിച്ചു തരുമെന്ന്. നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുകയില്ലെങ്കിൽ
നമുക്കെങ്ങനെ ക്ഷമ യാചിക്കാൻ കഴിയും? അപ്പോൾ നമ്മുടെ തെറ്റുകൾക്കും ക്ഷമ കിട്ടുകയില്ല. നമുക്കറിയാം, ക്രൂരമായി ശിക്ഷ കൊടുത്ത് നേരെയായ വ്യക്തികൾ വളരെ കുറവായിരിക്കുമെന്ന്. അങ്ങനെയുള്ളവർ ഉണ്ടോ എന്ന് പോലും നമുക്ക് സംശയമാണ്. എന്നാൽ സ്നേഹത്താൽ നേരെയായ വ്യക്തികൾ അനേകരുണ്ടെന്ന് നമുക്കറിയാം. സ്നേഹത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതെല്ലാം പാപമാണ്. പലവിധ പാപങ്ങളാലും തിന്മയിൽ മുഴുകി ജീവിച്ച ഒരു ജനത്തിന്റെ അടുക്കലേക്കാണ് രക്ഷകനായ ഈശോ വന്നത്. നമ്മെ തേടി വന്ന ദൈവമാണ് മനുഷ്യാവതാരം ചെയ്ത യേശു ക്രിസ്തു. നമ്മുടെ പാപത്തിന് നമ്മുടെ മേൽ കുറ്റം ആരോപിക്കാതെ ക്രിസ്തു അത് ഏറ്റെടുത്തു. നമുക്ക് വേണ്ടി കുരിശിൽ ബലി അർപ്പിച്ചുകൊണ്ട് അവിടുന്ന് പാപത്തിന്റെ ശിക്ഷയായ മരണത്തിൽ നിന്ന് നമ്മെ മോചിപ്പിച്ചു. എവിടെയോ ഇരുന്ന് നമ്മോട് സംസാരിക്കുകയല്ല ചെയ്തത്, നമ്മിൽ ഒരുവനായി വന്ന് എങ്ങനെ എല്ലാവരെയും സ്നേഹിക്കാമെന്ന് പഠിപ്പിച്ചും തൻ്റെ ജീവിതം വഴി നമുക്ക് മാതൃക കാണിച്ചും തന്നു. യേശുക്രിസ്തു നമ്മോട് പറയുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുവനെന്ന്. നമ്മുടെ അയൽക്കാരൻ എന്നതുകൊണ്ട് അവിടുന്ന് അർത്ഥമാക്കുന്നത് ലോകത്തിലുള്ള എല്ലാ ജനങ്ങളെയുമാണ്. അതുപോലെ തന്നെ ഈശോ വീണ്ടും നമ്മോട് പറയുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം എന്നും. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ഇല്ല എന്നുമാണ്. ഇത് വെറുതെ പഠിപ്പിക്കുക മാത്രമല്ല ചെയ്തത്. ഈശോ നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ജീവൻ അർപ്പിച്ചുകൊണ്ട് നമ്മളെ സ്നേഹിച്ചു. അങ്ങനെ നമുക്ക് മാതൃക കൂടി കാണിച്ചു തന്നു. അതുപോലെ തന്നെ നമ്മോടും മറ്റുള്ളവരെ സ്നേഹിക്കാൻ അവിടുന്ന് കൽപ്പിക്കുന്നു. നമുക്ക് ഈശോ പറഞ്ഞതുപോലെ പരസ്പരം സ്നേഹിക്കാം. അയൽക്കാരന് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ദ്രോഹം വരുത്തുന്ന ഒന്നും ചെയ്യാതിരിക്കാം. സ്നേഹിക്കുക മാത്രം ചെയ്യാം. നമ്മളാൽ കഴിയുന്ന സഹായങ്ങളും ചെയ്യാം. അങ്ങനെ പരസ്പരം സ്നേഹിച്ചുകൊണ്ട് ഈ ലോകം ഒരു സ്നേഹത്തിൻ്റെ ലോകമാക്കി തീർക്കാം. അതിന് നമ്മുടെ എല്ലാവരുടെയും സ്വന്തമായ ഏക ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യമായ ഈശോയെ, അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചതുപോലെ ഞങ്ങൾ അങ്ങയെയും മറ്റുള്ളവരെയും സ്നേഹിക്കാനും അങ്ങ് കാണിച്ചു തന്ന ജീവിത മാതൃക അനുസരിച്ച് ജീവിക്കാനും ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ.